ഹലോ ട്രേഡേഴ്സ്. ഇന്ന് മാർച്ച് 18 ബുധനാഴ്ചയായിരുന്നു. മാർക്കറ്റ് 51 പോയിന്റ് ഗ്യാപ്പ് അപ്പിലായിരുന്നു ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത്. അവിടുന്ന് മാർക്കറ്റ് ഒരു ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇന്നലത്തെ എൻ്റെ അനാലിസിസിൽ ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളതായിട്ട്. പക്ഷേ ഇവിടെ മാർക്കറ്റ് ഇപ്പോഴും ഒരു ക്ലിയർ അപ് ട്രെൻഡിൽ നമ്മൾ കയറിയിട്ടില്ല. ഇവിടെ മാർക്കറ്റ് ഒരു ചെറിയ രീതിയിൽ ഈ ഒരു റേഞ്ചിലൊക്കെ ഇന്നൊരു മൊമെൻറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഷുവർട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് ട്രേഡ് കൊടുത്തിരുന്നില്ല. ഞാൻ ഇന്ന് PE ആയിരുന്നു എടുത്തിരുന്നത്. എന്തുകൊണ്ട് PE എടുത്തു? അതിന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞാൽ, മാർക്കറ്റ് അപ് ട്രെൻഡിൽ കയറിയതിന് ശേഷം മാത്രമേ സിയിൽ മൊമെൻറ്റം ഉണ്ടാവുകയുള്ളൂ. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും PEയിലായിരിക്കും അതിന് മൊമെൻറ്റം. അതുപോലെ തന്നെ മാർക്കറ്റ് അപ് ട്രെൻഡിലാണെങ്കിൽ അവിടെ PEക്ക് മൊമെൻറ്റം കുറയുകയും വീണ്ടും CEക്കാണ് മൊമെൻറ്റം കൂടുകയും ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ ക്ലോസിംഗ് വെച്ചിട്ട് മാർക്കറ്റ് ഇപ്പം ഏകദേശം എത്തേണ്ട ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് ഏകദേശം ഈ ഒരു ലെവൽ കൂടെ ബാക്കിയുണ്ട്. മാർക്കറ്റ് നാളെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ 23,900 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല, മാർക്കറ്റ് ഇപ്പോൾ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ട്രെൻഡ് റിവേഴ്സ് ആയിട്ട്, അതിനുശേഷം ഇവിടെ വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലോയ്ക്ക് താഴെ പോകാതെ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത ശേഷം അവിടുന്ന് മാർക്കറ്റ് കയറി എപ്പോഴാണ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത്, അതിനുശേഷമേ നമുക്ക് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് കയറി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുവരെയും മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുക. ഇന്ന് 192 പോയിന്റ് ഹൈയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ മാർക്കറ്റിന് ഒരു ക്ലിയർ പിക്ചർ കാണാൻ സാധിക്കുകയുള്ളൂ.